ദുരന്തം മഹാഭയങ്കരം. നാടും വീടും വിറകൊള്ളുന്ന കാലം തെറ്റിയെത്തിയ മഹാമാരി, പ്രളയമായും ഉരുൾപൊട്ടലായും ഒരു ദേശത്തെ ഒന്നാകെ വിറപ്പിച്ച ഈ അവസരത്തിൽ ദുരന്തത്തിന്റെ തീച്ചൂളലേക്ക് എറിയപ്പെട്ട എത്ര ജന്മങ്ങൾ. ഇതാ അവരുടെ ഓർമ്മകൾക്ക് ഒരുപടി കണ്ണുനീർ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ചപ്പുള്ളാൻ പോകുമ്പോ ആ സരസ്വന്ന് വരുന്നില്ല എന്ന് മുതലാളികൾ പറയണം. ഓളെ മോളെ പെണ്ണാണ് കൂട്ടുവരുന്നുണ്ട് പോലോ. ജി നേരത്തെ കണ്ട് പറഞ്ഞട്ടാ നോക്കീന്ന്. ഇതിപ്പോ എന്ത് പറയാനാ? ഈ പെരുമയത്ത് ആര് പണിക്കാരനാന്നാ നിങ്ങൾ ഈ പറയുന്നേ? സ്കൂളോ ഇല്ല. പൊയ്യാൻകെ കണ്ടില്ലേ നമ്മുടെ സ്കൂളിലെ മുറ്റത്ത് വരെ എത്തി. ആ യശ്മാസ് അത് കണ്ട മൂപ്പർക്ക് സൈക്കൂല. സ്കൂള് അതുപോലെ നോക്കുന്ന ഒരു മനുഷ്യനല്ല അത്. ചെന്ന് നോക്കിക്ക, ചക്ക വെള്ളത്തിൽ കളിക്കുന്ന കോറി പോണേ മാറേ. അല്ലാസ്യ മൂപ്പര് ഇന്നലല്ലേ നാട്ടിലേക്ക് പോയത്. ഓരോ പെണ്ണുങ്ങൾ അമ്മ മയ്യത്തായിട്ട് കാണാൻ പോയതാ. 2 ദിവസം കഴിഞ്ഞേ വരുന്ന് പോയപ്പോ പറഞ്ഞീനു. ആസിത്ത എന്താ കെട്ടിയോനും കൂടെ എത്ര മാത്രം കഥ പറഞ്ഞോണ്ടിരിക്കുന്നേ? എന്തല്ല നാട്ടിലൊരു മഴയാ. ചിരി കപ്പയും മീനും വാങ്ങിയ അമ്മക്ക് എല്ലാവർക്കും വെച്ചിരുന്നേനു. അല്ല കാതിർക്ക, ആ പുത്തുമല ഉരുളുപൊട്ടിയിട്ട് 5 കൊല്ലായില്ലേ. എന്റെ ഭാര്യകളെ, ഈ മഴ കാണുമ്പോ എനിക്ക് പേടിയാവുന്നു. ഇനി അതുപോലത്തെ ഒന്ന് ഉണ്ടാവാണ്ടിരിക്കട്ടെ റബ്ബേ. തോറ്റ് മയത്തൊന്ന് കേറി പോടാ. ഓന്റെ ഒരു വണ്ടി വെച്ച് കളി പേരും മയത്തെ. അല്ല തന്നെ നാരകത്തും പനി ജലദോഷ. ഇങ്ങക്ക് ആസ്പത്രി പോയി കിടക്കണ മാണ്ടച്ച കേറി പൈക്കാം. ആ നേരെ മോന്തിയാവനെ കേട്ടാ. വീട്ടിൽ പോ. നാരായണ പഞ്ചസാര വേണ്ട, എനിക്ക് വീട്ടിൽ പോണം. നിങ്ങള് കാരണമാരെങ്ങനെ സൊറ പറഞ്ഞോടുക്ക. പേരും മഴ വരുന്നുണ്ടാ വേണ്ട. ആ ചെക്കൻ പറഞ്ഞ ശരിയാ ദാമോദര. വെള്ളം കേറി പാലം വരെ എത്തി. മണ്ണിനൊക്കെ എന്തോരം മണവ്യത്യാസമുള്ള പോലെ. മേലെ നോക്കൊരു പൊട്ടലും ചീറ്റലും ഒക്കെ കേൾക്കുന്നുണ്ട്. എല്ലാരും പെട്ടെന്ന് ഇവിടുന്ന് മാറിക്കോ, അതാ നല്ലേ. ഐഷോ നിനക്ക് കിടക്കാനായില്ല? നട്ടപ്പാർക്കൊരു ടി വി ആണല്ലോ. ഉമ്മ പൂട്ടലുമ്മ റിമോട്ടൊക്കെ താമ്മ. ലാസ്റ്റ് ഭാഗം ഞാൻ കണ്ടിട്ടില്ല. അന്റെ ഉപ്പൊളിക്കുമ്പോ ഞാൻ പറയുന്നുണ്ട്, +2 പണ്ണേ മറക്കണ്ട. ഒരു കരച്ചില് കൊൽക്കുന്നുണ്ടല്ലോ. പേടിയാവുന്നേ. ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ. പൊട്ടുന്നേ എല്ലാരും ഓടി രക്ഷപ്പെട്ടോ. ബഷീറെ റിസോർട്ടിൽ കൊണ്ടുപോവാ. പള്ളിയിൽ ഓടിക്കോളി. നാടെടുത്തി കേറി വാതെടുത്തി ഇന്റെ കൈ പിടിച്ച് വെള്ളം വരുന്നേ. എല്ലാരും ഓടി രക്ഷപ്പെട്ടു. ഓട പറ്റുന്നില്ലടാ. കല്ലൊക്കെ വീടെടുക്കുന്നോണ്ട് ഓടാ പറ്റുന്നില്ലടാ. അയ്യോ എന്റെ കാല്, അല്ലോ എവിടെ കൈ പോയേ മോനെ. ഈ തള്ളര് കോഴി കൊണ്ടുപോടാ. രക്ഷിക്കണേ എന്റെ പൊന്നു മോനെ. അത് ഒഴുകിപ്പോന്ന് മോനെ. നമസ്കാരം. ആ പ്രതീഷ് നാടിന് നടുക്കിയ ഉരുൾപൊട്ടലിൽ ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ 50ഓളം പേരുടെയും മൃതദേഹം കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും മഴ ശക്തിയായി തുടരുകയാണ്. പുഴയിൽ ശക്തമായി കുത്തൊഴുക്കുള്ളതിനാൽ മറുകരയിലെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ദുരന്തത്തിന്റെ വ്യാപ്തി അറിയാനും കഴിഞ്ഞിട്ടില്ല. കൂടുതൽ തിരച്ചിൽ നടത്തുന്നതിനായി ഒരു പാലത്തിന്റെ ആവശ്യമുള്ളതിനാൽ ഒരു ബദൽ പാലം നിർമ്മിക്കാനുള്ള തത്രപ്പാടിലാണ് സൈനികർ. നമസ്കാരം നന്ദന. ഞാനിപ്പോൾ ദുരന്തത്തിന്റെ 4 നാൾ ക്യാമ്പിലാണുള്ളത്. കേൾക്കാൻ കഴിയില്ല അവരുടെ ഉള്ളു പൊട്ടുന്ന വാക്കുകൾ. ഓളെ ഞങ്ങളിലാരാ നോക്ക? ഞങ്ങളിന് എന്തിനാ ജീവിക്കുന്നത്? ഞങ്ങളെല്ലാം പോയി. സ്വർഗമുള്ള ഞങ്ങളെ നാടാ. നിമിഷം കൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നില്ലാണ്ടായ ഞങ്ങൾക്ക് ഒരാശ്രയം ഉറ്റവരോട് നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് എങ്ങനെ ജീവിതം കൊണ്ടുപോകാൻ പറ്റും? പറ, നിങ്ങൾ പറ. ഞങ്ങൾ ആരാ സഹായിക്കാം? അതെ, ആർക്കാണ് ഇവരെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത്? തിരിച്ചു കിട്ടാത്ത ജീവിതം പുനഃസൃഷ്ടിക്കാൻ നമുക്കും നമ്മുടെ നാടിനും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഇവരുടെ കാര്യം പിടിച്ചുയർത്താൻ, ഇവർക്കൊരു വാസസ്ഥലം ഒരുക്കാൻ ഒപ്പം നിൽക്കുന്ന പ്രതീക്ഷയിൽ
ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു.